ഹലോ കൂട്ടുകാരൻ, നമുക്ക് മഴക്കാലത്ത് ഈ ചെടികളുടെയൊക്കെ തലപ്പ് നട്ട് പെട്ടെന്ന് വേര് പിടിപ്പിച്ചെന്ന് എടുക്കാം കേട്ടോ. മണ്ണി നട്ടാൽ മതി കേട്ടോ. ഇതിൻ്റെയൊക്കെ തലപ്പ് നട്ടാൽ മതി. ഹൈബ്രിഡ് ബാൾസം, ഡബിൾ പെറ്റൽ ബാൾസം, നല്ല റോസപ്പൂ പോലെയുള്ള ഡബിൾ പെറ്റൽ ബാൾസം ഉണ്ടോ. ഡബിൾ പെറ്റൽ ബാൾസം ഇതിൻ്റെയൊക്കെ ചെറിയ തലപ്പ് നട്ടാൽ മതി. നല്ലപോലെ വേര് പിടിക്കും. മഴയത്ത് നട്ടാൽ മതിയേ. നമുക്ക് മഴയത്ത് നട്ടിട്ട് 3-4 ദിവസം മഴ അടുപ്പിച്ച് പെയ്യുകയാണെങ്കിൽ വെള്ളം ഒഴിക്കേ ചെയ്യരുത്. അപ്പോൾ അത് 4 ദിവസം കൊണ്ട് അത് പിടിച്ചു വരും. ഞാനത് ഈ വീഡിയോ കാണിക്കുന്നുണ്ടേ. അപ്പോൾ മഴക്കാലത്ത് എല്ലാ ബാൾസും നട്ട് പിടിപ്പിക്കാം. ബാൾസം മാത്രമല്ല, ഡാലിയ, ഹൈഡ്രാഞ്ചിയ ഇതൊക്കെ നട്ട് പിടിപ്പിക്കാം. എല്ലാം തലപ്പിനുള്ളി ഇതുണ്ടോ ഹൈഡ്രാഞ്ചിയ, അതിൻ്റെ തലപ്പിനുള്ളി അങ്ങ് വെച്ച് പിടിപ്പിച്ചാൽ മതി. വിങ്കാറോസ്. അപ്പം വേനലാകുമ്പോഴത്തേനും നിറയെ ചെടികളുണ്ടാകും നമുക്ക്. വെള്ളം തിരെ ഒഴിക്കുമ്പോഴേ ഇത് അഴുകിപ്പോന്ന് കണ്ടോ, എത്ര ഭംഗിയാന്ന് നോക്ക്. ഇത് വിരിഞ്ഞിട്ട് പോലില്ല, എങ്കിലും എനിക്ക് വീഡിയോ എടുക്കാൻ ധൃതിയായിട്ട് മഴയത്ത് പോയി എടുത്താണ്. ഇത് ബാൾസം, റെഡ് ബാൾസം. നല്ല രസമല്ല ഇങ്ങനെ കട്ടയ്ക്ക് വയ്ക്കുന്നതാണ്. ഇത് ഡാലിയ. ഇതിൻ്റെ ഇളം തണ്ട് തലപ്പ് മുറിച്ച് നടുക. നല്ല ഡാലിയ പൂക്കല്ല. കണ്ട തലപ്പ് മുറിച്ച് നട്ടക്കുന്ന കണ്ട കൂട്ടുകാരെ. കണ്ടോ പിടിച്ചു വരുന്ന കണ്ടോ. എല്ലാം പൂ കിട്ടും. പൂവില്ലാത്ത ഓടിക്കണം. പൂവുള്ള ഓടിക്കുമ്പോൾ നമുക്കൊരു സങ്കടം പോലെയില്ല. പൂവില്ലാത്ത ഓടിച്ച് നട്ടാൽ മതി, അപ്പം പെട്ടെന്ന് പൂവുണ്ടാവും. ഡാലിയ പിടിച്ച് നിൽക്കുന്നുണ്ടോ. എന്നിട്ട് ഷെയ്ഡ് വെക്കാവോ, മണ്ണിൽ ഷെയ്ഡ് വെക്കുകയോ എന്തെങ്കിലും ചെയ്താൽ മതി. കണ്ടോ ഹൈഡ്രാഞ്ചിയ ഒരു ചെറിയ പാത്രത്തിൽ നട്ടു വെച്ചാക്കണം. ഒരു ദിവസം മുഴുവൻ വെയിൽ തെളിഞ്ഞില്ലെങ്കിൽ, അല്ല മഴ പെയ്തില്ലെങ്കിൽ, വെയിലാണെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ മഴയാണെങ്കിൽ വെള്ളം ഒഴിക്കുകയോ ചെയ്യരുത്. കണ്ടോ ആ നട്ട് വെച്ച കണ്ടോ ഡബിൾ പെറ്റൽ 2 കളർ നല്ലപോലെ സ്റ്റേണായി. ഇതുകൊണ്ട് വെറും മണ്ണി നട്ട് വെച്ചാൽ അത് പോയിട്ട് കണ്ടോ. ഇത് നല്ലപോലെ നിൽക്കുന്നുണ്ടോ നട്ട് കഴിഞ്ഞപ്പോൾ. ആ ദിവസം പാടിയ പോലെ നിൽക്കും, പിന്നെ 2-3 ദിവസം കഴിയുമ്പോൾ നല്ലപോലെ സ്റ്റേണാവും. മഞ്ഞയുണ്ട്, റെഡ് കളറുണ്ട്. പിന്നെ ധാരാളം ബാൾസം പിടിപ്പിക്കാം. കണ്ടോ വിങ്കാറോസൊക്കെ കണ്ടോ. ഹൈബ്രിഡ് ബാൾസം, ഇത് വെള്ള ബാൾസം. ഇത് നല്ല റോസപ്പൂ പോലെ കണ്ടോ, നല്ല രസമല്ലേ. ഡാലിയ ഒക്കെ ഞാൻ നട്ടു നോക്കിയതാണേ, അപ്പോൾ അത് പിടിച്ചു. കണ്ടോ 2 എണ്ണം കട്ടയ്ക്ക് നിൽക്കുന്നു. മഴക്കാലത്താണ് ഞാൻ നോക്കിയാൽ പെട്ടെന്ന് പിടിക്കുന്നത്. അത് തന്നെയാണ് തണുപ്പുള്ളതുകൊണ്ടേ നല്ലപോലെ പെട്ടെന്ന് പിടിക്കും. ഒരിലയ്ക്ക് ഒന്നിൻ്റെ ഒരു കേടുമില്ല. എപ്പോഴും ഞാൻ സ്പ്രേ ചെയ്യും. ഫംഗിസൈഡും പെറ്റിസൈഡൊക്കെ സ്പ്രേ ചെയ്യും. സാഫോ അല്ലെങ്കിൽ വെളുത്തുള്ളി വേപ്പെണ്ണ മിശ്രിതമോ, അതൊന്നും ഇല്ലെങ്കിൽ വേപ്പെണ്ണ സോപ്പ് വെള്ളവും. മഴയത്ത് ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിലെല്ലാം നട്ടിട്ടുണ്ട്.
ഡാലിയ എങ്ങനെ നമ്മൾ ശരഞ്ഞുള്ളി തലപ്പഞ്ഞുള്ളി നട്ട് കഴിയുമ്പോൾ ഇല്ലേ വേറെ ഒത്തിരി ശരങ്ങൾ പൊട്ടി നിറയെ തൈകൾ കമ്പുകളുണ്ടാവും. കണ്ടോ, ഇത് പൂവില്ലാത്ത നോക്കി ഒടിച്ചെടുക്കണേ. ഇവിടെയൊക്കെ കണ്ടോ പൂവില്ലാത്ത ബാൾസം നോക്കി ഒടിച്ചെടുക്കണം. അതായത് മൊട്ടില്ലാത്ത നോക്കി, എന്നിട്ട് നമുക്ക് നട്ട് വെച്ചാൽ മതി, അപ്പം പൂവുണ്ടാവും. ഇത് കണ്ടോ നട്ട് വെച്ച പൂവുണ്ടായത് കണ്ടോ. ഇത് ഇവിടെ 2 ഇത് ഹൈബ്രിഡിൻ്റെ ആദ്യം വാടി പോലെയൊക്കെ നിൽക്കുക, അത് കഴിഞ്ഞ് പിന്നെ നല്ലപോലെ ഉഷാറായി വരും. വെറുതെ മണ്ണിൽ കുത്തി വെച്ചാൽ മതി. കുത്തി വെക്കുന്ന അന്ന് മാത്രം വെള്ളം ഒഴിക്കുക, വേറെ ഒരു ദിവസം വെള്ളം ഒഴിക്കില്ല. കണ്ടോ ഹൈഡ്രാജിയ കുത്തി വെച്ച് അന്ന് വൈകിട്ട് ഇങ്ങനെ വാടിയേ, പിന്നെ അത് നല്ലപോലെ വന്നു. ചട്ടിയിൽ നടന്നെങ്കിൽ ഇച്ചിരി മണ്ണെടുത്ത് കവിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാൻ എളുപ്പമുണ്ടല്ലോ. അല്ലെങ്കിൽ വെയിറ്റ് ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കത്തില്ല. അതുകൊണ്ട് ഈ ബാൾസ് നല്ലപോലെ പിടിക്കും. എന്താ ഇതിൻ്റെ കളർ എന്നാ നല്ല കളറല്ലേ. ഇത് വിടായിരുന്നതിനിപ്പോൾ ഞാൻ ഓടിപ്പോയി എടുത്ത. വിടർന്ന് കഴിയുമ്പോൾ നല്ല രസം റോസപ്പൂ പോലെ. ബിങ്ക റോസിൻ്റെ എല്ലാം തലപ്പ് നടാം. ഇപ്പോൾ നടന്ന് പറ്റിയ സമയമാണ്. ഈ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ചിലർ വെള്ളം എപ്പോഴും ഒഴിക്കുക, അന്നേരം അഴുകിപ്പോന്ന്. വെള്ളം ഒഴിക്കാതെ ഇരുന്നാൽ മതി, അപ്പോൾ അഴുകയില. കണ്ടോ തലപ്പ് നട്ട് തളർത്ത് വരുന്നുണ്ടോ. ഡാലിയയുടെ കിഴങ്ങ് മാത്രമല്ല നട്ടാലുണ്ടാകുന്നത്, തലപ്പ് നട്ടാലും ഉണ്ടാകും കേട്ടോ കൂട്ടുകാരെ. ഇത് മറ്റ് ഇളം കളർ റോസ് ബാൾസം കണ്ടോ, കാശിത്തുമ്പ ബാൾസം, അതിൻ്റെ തലപ്പ് നട്ടിട്ടുണ്ട്. കണ്ടോ ഡാലിയ പിടിച്ച് വരുന്നുണ്ടോ. രണ്ടാമത്തെ ദിവസം കണ്ടോ ഹൈഡ്രാജിയ ഇച്ചിരിയുടെ സ്റ്റേണായി ഉഷാറായി കണ്ടോ. 3-4 ദിവസം കഴിയുമ്പോൾ നല്ലപോലെ ഉഷാറാവും. ഇതാ ഡാലിയയുടെ തലപ്പ് കണ്ട് ഇത്രയും വളർന്നു കണ്ടോ. ഇതൊക്കെ നല്ലപോലെ വളർന്നു കണ്ടോ, പൂവിടാറായി. ക്ഷീണം മാറും 2-3 ദിവസം കഴിയുമ്പോൾ. ഇളം തണ്ടായതുകൊണ്ട് പെട്ടെന്ന് വേര് പിടിക്കും കൂട്ടുകാർ, നിങ്ങൾ നട്ടു നോക്കും. അതല്ലെങ്കിൽ പിന്നെ താഴെ അടിയിൽ നിന്ന് മണ്ണിനോട് ചേർന്ന് വേര് മൂളിയുള്ള ഭാഗമുണ്ട്, ആ ഭാഗം ഒടിച്ച് നട്ടാലും പിടിക്കും, തലപ്പ് നട്ടാലും പിടിക്കും. ഇത് കറിവേപ്പാണ്. കറിവേപ്പിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി മണ്ണ് കണ്ടപ്പോൾ ഞാൻ അവിടെ കുത്തി വെച്ചു കണ്ടോ, അതും പിടിച്ചു. എവിടെയെല്ലാം മണ്ണ് വെറുതെ കിടപ്പുണ്ട് അവിടെയെല്ലാം കുത്തി വെക്കും. 2 ദിവസം കഴിഞ്ഞ് പിടിച്ച് വെക്കുന്ന കാണാം. ഇതൊത്തിരി നല്ല രസമുണ്ട് കാണാം അല്ലേ. ഞാൻ ഒരാളുടെ വീഡിയോ കണ്ടിട്ട് ഇടുക്കിയിൽ നിന്ന് അയച്ചു വരുത്തിയാണ്. താങ്ക് യു കൂട്ടുകാരെ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തേൻ കളർ ബാൾസ് ഉണ്ട് ഇവിടെ. താങ്ക് യു സോ മച്ച്.